ഇന്ന് ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലൈന്റ് ആയ സീലിംഗ് ഫാൻ ആണ്. ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോയില് ബോഡിയുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ചെക്ക്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആണ്. ഇത് 100 രൂപ താഴെ വില വരുന്നതാണ്. ഇലക്ട്രോണിക് ഷോപ്പിലും ടൂൾസ് കടയിലൊക്കെ ഇത് ലഭ്യമാണ്. അപ്പൊ ആദ്യം ഈ ടെസ്റ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈഫാണ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇത് കറണ്ട് പാസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു കമ്പോണന്റ് ഓപ്പൺ ആണോ ഷോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോ ഈ ലൈറ്റുകൾ തമ്മിൽ കത്തുന്നതിന്റെ അർത്ഥം ഇത് ഷോർട്ട് ആണ്, അതായത് കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് കത്തുന്നില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും ഈ ടെസ്റ്റർ ഉപയോഗിച്ച് അറിയാൻ പറ്റും. ഇതാണ് ഇതിന്റെ തത്വം. അപ്പോൾ ഇനി നമുക്ക് ഫാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഫാനിന്റെ ബോഡിയും കോയിലിന്റെ കണക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും വരാൻ പാടില്ല. ഇതിന്റെ അകത്തെ കോയില് കംപ്ലൈന്റ് ആണെങ്കിൽ ഇതിന്റെ ബോഡിയുമായിട്ട് കണക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബോഡിയും കോയിലും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ പ്രോബ് ഇതിന്റെ ബോഡിയിൽ വെച്ച് ഈ ടെസ്റ്റർ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അതിനുശേഷം ഒരു പ്രോബ് ഇതിന്റെ ബോഡിയിലും ഒരു പ്രോബ് ഓരോ കോയിലില് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പ്രോബ് അതിന്റെ ബോഡിയിലും ഒരു പ്രോബ് അതിന്റെ കോയിലിലും വെച്ച് നോക്കാം. അങ്ങനെ ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോ ഇത് തെളിയുന്നില്ല. അതിന്റെ അർത്ഥം ഇതിന്റെ കോയിലും ബോഡിയുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഇല്ല എന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഫാനിന്റെ കോയില് കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിലൂടെ മൾട്ടിമീറ്റർ വെച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.